അവിടുത്തെ ജന്മം കൊണ്ടും അവിടുത്തെ ജീവിതം കൊണ്ടും അവിടുത്തെ സൃഷ്ടിപ്പ് കൊണ്ടും അല്ലാഹു തആല ഈ ലോകത്തിന് സമ്മാനിച്ചത്. നിങ്ങൾ നോക്ക്, എത്ര വലിയ കാരുണ്യമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ളത്. നമുക്ക് അവിടുത്തെ അനുയായികളാണ്, അവിടുത്തെ ഉമ്മത്തുകളാണ്. നമുക്ക് അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്താണ്? നമുക്ക് തിരിച്ചറിയണം, ഏറ്റവും അവസാനമായി ഈ ഭൂമി ലോകത്തേക്ക് പൂജാതരായവരാണ് നാം എല്ലാവരും. നമുക്ക് അവസാനത്തെ പ്രവാചകന്റെ അനുയായികളാണ്. എന്നാൽ നാളെ സ്വർഗീയ ലോകത്തേക്ക് ആദ്യം പ്രവേശിക്കുന്നത് നമ്മളാണ്. എന്തുകൊണ്ട്? നമ്മുടെ പവർ കൊണ്ടല്ല, നമ്മുടെ ഇബാദത്ത് കൊണ്ടല്ല, നമ്മുടെ പ്രവർത്തനം കൊണ്ടല്ല, മറിച്ച് നമ്മുടെ നേതാവ്, നമ്മുടെ നബി, അത് ലോകത്തിന്റെ നേതാവായ റഹ്മത്തുല്ലിൽ ആലമീൻ അള്ളാഹുവിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായി എന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ്. അവിടുത്തോട് നമുക്ക് കാണിക്കേണ്ട കടപ്പാടുകൾ എത്രയാണെന്ന് നമുക്ക് ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. അവിടുത്തെ ജീവിതത്തിന് നാം എത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ടെന്ന് ഈ സമയത്ത് ചിന്തിക്കേണ്ടതുണ്ട്. അവിടുത്തെ ദീൻ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ പകർത്തിയിട്ടുണ്ടെന്നും ആ ദീനിനു വേണ്ടി എന്ത് സംഭാവനയാണ് തൻ്റെ കാലിന് കല്ലേറുകൊണ്ട് രക്തം ഒഴുകിയിട്ട് ഈ ദീനിനെ സംരക്ഷിച്ചത് നമ്മുടെ ആവശ്യമോർത്തിട്ടാണ്, നമ്മുടെ ദീൻ ആലോചിച്ചിട്ടാണ്. അവിടുത്തെ മുൻപല്ല് പൊട്ടിയത്, അവിടുന്ന് ശത്രുക്കൾക്ക് മുമ്പിൽ യുദ്ധത്തിന് വേണ്ടി പോയത്, അവിടുത്തെ ശരീരം യുദ്ധസമയങ്ങളിൽ കളത്തിലേക്ക് ഇറക്കിയത്, എത്രയോ വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഏറ്റത്. മദീനയിലേക്ക് പോകുന്നതിന് മുമ്പ് 40-ാം വയസ്സ് മുതൽ 53-ാമത്തെ വയസ്സ് വരെ മക്കയിൽ കൊടിയ പീഡനങ്ങൾ അനുഭവിച്ച് മക്കയിൽ ജീവിച്ചത് നാം ആലോചിച്ചുകൊണ്ടാണ്. നമുക്കവരോട് ചെയ്യേണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും ഈ ദീനിനെ ഇവിടെ നിലനിർത്തിയ, ഈ സുന്നത്തിനെ ഇവിടെ നിലനിർത്തിയ മഹാന്മാരായ സ്വഹാബത്തിനോടും ചെയ്തു തീർക്കേണ്ട കടപ്പാടുകൾ എത്രയാണ് സഹോദരന്മാരെ. ആ രൂപത്തിൽ അവിടുന്ന് പൊരുത്തപ്പെടുന്ന രൂപത്തിലുള്ള ജീവിതം നയിക്കാൻ നമുക്ക് ശ്രദ്ധ വേണം എന്നതാണ് ഈ മഹത്തായ മജ്‌ലിസിൽ നാം പ്രതിജ്ഞയെടുക്കേണ്ടത്. അവിടുത്തെ മീലാദ് ആഘോഷിക്കുന്നത് വലിയ ഖൈറാണ്, അവിടുത്തെ മദ്ഹ് പറയുന്നത് വലിയ ഖൈറാണ്, നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റത്തിന് കാരണമാണ്. നമുക്ക് ആഖിറത്ത്